ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച കാറെന്ന നേട്ടം സ്വന്തമാക്കി ടാറ്റ മോട്ടോഴ്സ്. മാരുതി സുസുക്കിയുടെ 40 വർഷത്തെ അപ്രമാദിത്വത്തിനാണ് ഇതോടെ അവസാനമായത്. SUV മോഡലുകളാണ് പോയ വർഷം രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടത്. രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറിന്റെ നിർമ്മാതാക്കൾ എന്ന 40 വർഷത്തെ മാരുതി റെക്കോർഡ് പോയ വർഷം ടാറ്റ മോട്ടോഴ്സ് ഭേദിച്ചു. ടാറ്റ മോട്ടോഴ്സിന്റെ സബ് കോമ്പാക്ട് SUV-യായ പഞ്ചാണ് മാരുതി സുസുക്കിയുടെ വാഗണാർ, സ്വിഫ്റ്റ്, മാരുതി സുസുക്കി ബ്രസ എന്നിവയെ പിന്തള്ളി 2024 രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച കാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. 2024 2,02,000 ടാറ്റ പഞ്ച് കാറുകൾ വിറ്റപ്പോൾ മാരുതിയുടെ വാഗണാർ, എർട്ടിഗ കാറുകൾ 1,90,000 എണ്ണമാണ് വിറ്റത്. 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 5 കാറുകളിൽ 3 എണ്ണം SUV-കളായിരുന്നു. 2021 പുറത്തിറങ്ങി ആദ്യ മാസത്തിൽ തന്നെ ടാറ്റ പഞ്ച് 10,000 കാറുകൾ വിറ്റഴിച്ചുകൊണ്ട് ശക്തമായ അരങ്ങേറ്റം നടത്തി. 2022 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 10ാമത്തെ കാറായി പഞ്ച് മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായം വളർച്ചയുടെ പാതയിലെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ കളിപ്പാട്ട കയറ്റുമതി 239% വർദ്ധിച്ചു. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം, പങ്കാളിത്തവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കൽ, ബ്രാൻഡ് നിർമ്മാണത്തിലെ നിക്ഷേപം തുടങ്ങിയ ഘടകങ്ങൾ കളിപ്പാട്ട കയറ്റുമതിയിൽ മുന്നിലെത്താൻ കാരണമായി. 2014 മുതൽ 2020 വരെയുള്ള കാലത്ത് കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രങ്ങളുടെ എണ്ണം രാജ്യത്ത് ഇരട്ടിയായതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇറക്കുമതി ഇക്കാലയളവിൽ 33% നിന്ന് 12% ഉയർന്നത്. കളിപ്പാട്ട മേഖലയുടെ കേന്ദ്രങ്ങളായ ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം എത്താനാണ് ഇന്ത്യയുടെ ശ്രമം. കളിപ്പാട്ടങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 2020 ഫെബ്രുവരിയിൽ 20% നിന്ന് 60%, തുടർന്ന് 2023 മാർച്ചിൽ 70% ഉയർത്തി. 2023 കണക്ക് പ്രകാരം 9,600-ലധികം കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റുകളാണ് രാജ്യത്തുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹന മേഖലയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. EV സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് 14,000 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇറക്കുമതി പരമാവധി കുറച്ച് വൈദ്യുത വാഹനങ്ങളുടെ ഘടകങ്ങൾ പ്രാദേശികമായി വികസിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇതുവഴി ഈ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യയ്ക്കായി ചൈനയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി സാങ്കേതികവിദ്യ, പവർ ട്രെയിനുകൾ, ചാർജിംഗ് സംവിധാനങ്ങൾ എന്നിവ പ്രാദേശികമായി വികസിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്ന് EV ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനായി വരുന്ന 5 വർഷത്തിനുള്ളിൽ 14,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ മേഖലയിൽ നടത്തുക. ആദ്യ 3 വർഷം ഇലക്ട്രിക് വാഹന ബാറ്ററിയുടെയും ഇതിന്റെ സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുക. ഇതിനുശേഷം ചാർജിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജറ്റ് വിലയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫീച്ചറുകളുമായി റെഡ്മി 14E 5G ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 10,000 രൂപയിൽ താഴെ വിലയുള്ള 5G സ്മാർട്ട് ഫോൺ ശ്രേണിയിലാണ് ഫോൺ എത്തിയത്. 9,999 രൂപ പ്രാരംഭ വിലയിലാണ് ഈ റെഡ്മി 5G ഫോൺ വിപണിയിലെത്തിയത്. 3 RAM പ്ലസ് സ്റ്റോറേജ് വേരിയന്റുകളിൽ ഫോൺ വാങ്ങാൻ ലഭ്യമാകും. വൃത്താകൃതിയിലുള്ള ക്യാമറ ഐലൻഡും ഒരു സൈഡിൽ ഫിംഗർ പ്രിന്റ് സ്കാനറുള്ള ഫ്ലാറ്റ് ഫ്രെയിമും സഹിതമാണ് റെഡ്മി 14E 5Gയുടെ വരവ്. സ്റ്റാർലൈറ്റ് ഡിസൈനുള്ള ഫോണിന് ഗ്ലാസ് ബാക്ക് ബോഡിയും ട്രിപ്പിൾ TUV സർട്ടിഫിക്കേഷനുള്ള ഡിസ്പ്ലേയുമുണ്ട്. 6GB വരെയുള്ള റാമിന് പുറമെ 6GB വെർച്വൽ റാം സൗകര്യവും ഷവോമി ഈ ബജറ്റ് 5G ഫോണിൽ നൽകിയിട്ടുണ്ട്. ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് റെഡ്മി 14C 5Gയിൽ ഒരുക്കിയിരിക്കുന്നത്. 50MP മെയിൻ സെക്കൻഡറി ക്യാമറയും 8MP ഫ്രണ്ട് ക്യാമറയും നൽകിയിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റുള്ള 6.88 ഇഞ്ച് HD+ ഡിസ്പ്ലേയാണുള്ളത്. ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ 4 Gen 2 4nm മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ ബജറ്റ് 5G ഫോണിന്റെ കരുത്ത്. 64GB, 128GB എന്നിങ്ങനെ 2 UPS 2.2 ഇന്റേണൽ സ്റ്റോറേജ് ഓപ്ഷനുകൾ റെഡ്മി 14C 5G വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ മൈക്രോ SD ഉപയോഗിച്ച് സ്റ്റോറേജ് 1TB വരെ വികസിപ്പിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ആൻഡ്രോയിഡ് 14 അടിസ്ഥാനമാക്കിയുള്ള ഷവോമി ഹൈപ്പർ OSലാണ് പ്രവർത്തനം. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും 4 വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി ഈ ഫോണിന് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഇന്ത്യയിലെ ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്ന് 6 VPN ആപ്പുകൾ പിൻവലിച്ച് ആപ്പിളും ഗൂഗിളും. ഇന്ത്യയുടെ 2022 സൈബർ സുരക്ഷാ ചട്ടപ്രകാരമാണ് ആപ്പുകൾ പിൻവലിച്ചത്. നിരോധിത വെബ്സൈറ്റുകളിലേക്കടക്കം ഉപഭോക്താക്കൾക്ക് പ്രവേശനം അനായാസമാക്കിയിരുന്ന VPN ആപ്ലിക്കേഷനുകളാണ് പിൻവലിച്ചത്. 1/2 ഡസൻ VPN ആപ്പുകൾ പിൻവലിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ക്ലൗഡ്ഫ്ലെയറിന്റെ പ്രമുഖ ആപ്പും ഹൈഡ്മിയും പ്രിവഡോ VPNും പിൻവലിക്കപ്പെട്ട ആപ്ലിക്കേഷനുകളിലുണ്ട്. ഇന്ത്യയിലെ സൈബർ സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ ഈ പ്രൊവൈഡർമാർ തയ്യാറാവാത്തതാണ് ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്ന് ആപ്പുകൾ പിൻവലിക്കാൻ കാരണം. 2022 സൈബർ സുരക്ഷാ ചട്ടങ്ങൾ പ്രകാരം VPNകൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിയിരുന്നു. VPN സേവനദാതാക്കൾ ഉപഭോക്താക്കളുടെ പേരും വിലാസവും IP അഡ്രസ്സും 5 വർഷത്തേക്ക് സൂക്ഷിക്കണമെന്നാണ് ചട്ടം. 2022 സൈബർ സുരക്ഷാ ചട്ടങ്ങൾ പുറത്തിറക്കിയപ്പോൾ നോർഡ് VPN, എക്സ്പ്രസ് VPN, സർഫ്ഷാർക്ക് തുടങ്ങിയ കമ്പനികൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്ത VPN കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ സ്ഥാനമുണ്ടാവില്ലെന്ന് അന്നേ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.